എന്താ കഴിക്കാത്ത? വിശപ്പില്ല. വീട്ടിലെ കാര്യങ്ങൾ ആലോചിച്ചിട്ടായിരിക്കാം. ആയിരിക്കാം. ഇവിടെ എല്ലാരും പറയുന്നത് മാഷിന് ആരെയും കൊല്ലാൻ പറ്റത്തില്ലെന്നാ. എനിക്കും അങ്ങനെയാ തോന്നുന്നു. രാഹുല അന്നെന്നെ ഓടിച്ചത് ഓർമ്മയുണ്ടോ? അമ്മേ, ഞാൻ സ്നേഹിച്ചവരൊക്കെ എന്നെ വിട്ടു പോവുകയാ. ആദ്യം അമ്മ, ഇപ്പൊ മാഷ്. മുടുങ്ങിപ്പോയ പഠിത്തമൊക്കെ തുടരാമെന്നും പഠിപ്പിക്കാമെന്നും മാഷ് പറഞ്ഞതാ. വെറുതെ ഓരോ സ്വപ്നം കണ്ടു. എന്തിനാ ദൈവം എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അമ്മ പറ, ഇനി ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കണോ? മോളെ, മോളെ. മാഷേ, ഞാൻ പുതിയൊരു സ്ഥലം തേടി പോയതാ. പക്ഷെ ആരോ തിരിച്ചു വിളിക്കുന്ന പോലെ. സാഹചര്യങ്ങൾ കൊണ്ട് പഠിക്കാൻ കഴിയാത്ത തോറ്റുപോയ കുട്ടിയുടെ നിലവിളി ഒരു മാഷിന് സഹിക്കാൻ കഴിയില്ല. ഞാൻ ജയിച്ചു എന്ന് പറയുന്നത് കേൾക്കാനാ ഓരോ അധ്യാപകരും ആഗ്രഹിക്കുന്നു. അത് മോളുടെ നാവിൽ നിന്നും എനിക്ക് കേൾക്കണം. നല്ലൊരു മാഷായി എന്നും നിന്റെ ഒപ്പം കാണും. അപ്പോ നാളെ മുതൽ പഠിക്കാൻ തുടങ്ങണം. എന്താ ഞാൻ ഇറങ്ങട്ടെ? എന്താടോ ആ മാഷ് ഇവിടെ ഉണ്ടോ? ദേശാണ്ടൊക്കെ ഇവരെ പറന്ന് നടക്കുകയില്ലയോ? എങ്ങോട്ടോ പോയി. നീ ഒന്ന് സൂക്ഷിക്കണം. മാഷ് ഒറ്റയ്ക്കാണോ അതോ അവളും കൂടെ ഉണ്ടോ എന്ന് നോക്കണം. എടോ, തെങ്ങ് ചതിക്കില്ലെന്നാ. പക്ഷേ ചിലപ്പോ ചതിക്കും. പെണ്ണും അതുപോലെയാ. എല്ലാം മനസ്സിലാക്കാൻ കുറച്ച് താമസിച്ചു. ഇപ്പൊ മനസ്സിലായി. മാഷ് ഒരിക്കലും ഈ റിസോർട്ടിൽ നിന്നല്ല, ഈ നാട്ടിൽ പോലും വരില്ല. എന്ത് ചെയ്യാൻ? ആരോട് പറയാനാ? നിൽക്കാനാ പറഞ്ഞ? നിൽക്കവിടെ, നിൽക്കവിടെ. നിൽക്കവിടെ. നീ എവിടെ വരെ ഓടുന്ന എനിക്കറിയണം. നിൽക്കവിടെ. ഞാൻ രാഹുല, ഉണ്ണിമായ. അവൾ എന്റെ പെണ്ണ. അവളില്ല എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഞങ്ങൾ തമ്മിൽ ഗുരുശിഷ്യ ബന്ധമുള്ളൂ. ഒരു പെണ്ണിന്റെ സ്നേഹം പിടിച്ചു വാങ്ങാൻ പറ്റില്ല. അവളുടെ മനസ്സ് നിറയെ ഇപ്പൊ നിങ്ങളാ. നിങ്ങളില്ലാണ്ടായ അവൾ എന്റെയാകും. അല്ലെങ്കിൽ ആക്കും ഞാൻ.